ആരത് ചെക്കൻ മാറിയോ? പറഞ്ഞോ, ഞാൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാന് അൽഷിഫയില് വർക്കിന് കയറിയ ടൈമില് നൗഫിൽ കയറിയിട്ട് 4 months ആവണു. അപ്പം കയറിയ മുതൽക്കേ നല്ല കമ്പനി ആയിരുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പക്ഷെ അപ്പോൾ ഒന്നും ഞങ്ങൾ റിലേഷനൊന്നും അല്ലായിരുന്നു. എനിക്ക് വീട്ടിൽ പ്രപ്പോസൽസ് നോക്കിയിരുന്നു. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വിതിൻ 1 month നിക്കാഹായി. അതാണ് ഞങ്ങൾ പിന്നെന്താ, അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നല്ല അഭിപ്രായം അല്ലേ. നമുക്ക് 4 മക്കളായിരുന്നു. അതിൽ ചെറിയ മോളാണ്. ചെറിയ മോള് അൽസീഫ് തന്നെ പ്രസവം കഴിഞ്ഞ് അൽസീഫ് തന്നെ അവൾക്ക് ജോലിയും കിട്ടി. അൽസീഫ് തന്നെ അവൾക്ക് വേണ്ട ആളെയും കണ്ടുപിടിച്ചു. ഓക്കെ, അടിപൊളിയല്ലേ? കുറേ കാലം കല്യാണം ഐഷൻ്റെ കല്യാണം പറഞ്ഞ് കാത്തുനിന്ന് കല്യാണം കഴിഞ്ഞു. ഇന്നും കൂടി नजर है मेरी तू है तू ही नजारा ये क्या माजरा है बता. ഓൾക്ക് നമ്മളിങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യണം അൽഷിഫയില്. എന്നും കാണും, എന്നും സംസാരിക്കും, എന്നും ചാറ്റ് ചെയ്യണൊക്കെ ആൾക്കാരാണ്. ഞങ്ങളൊരു വെക്കേഷൻ ഒരു 20 ദിവസം ചെറിയൊരു വെക്കേഷൻ പ്ലാൻ ചെയ്ത് പോയതായിരുന്നു ദുബായിക്ക്. അവിടെ എത്താൻ ഒഴിവില്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പത്തിനുണ്ട് ഇന്നെ ഒന്ന് അർജൻറ്റായിട്ട് വിളിക്കണം, എനിക്ക് കാര്യമായിട്ടൊരു കാര്യം പറയണം. ഞാൻ എന്താ അവൾ ഇത്ര കാര്യമായിട്ട്, ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളൂ ഇത്ര കാര്യമായിട്ട്. അപ്പം എന്താ അവൾക്ക് എനിക്കിങ്ങനെ നോക്കിനോട് ഞാൻ സംസാരിച്ചു. അപ്പം എനിക്ക് ഓക്കെ ആണ്, എന്തായാലും നോക്കല്ലേ, പറയുന്ന ആൾക്കാർ തന്നെ ആകുമ്പോൾ അതല്ലേ ഒന്നുകൂടി നല്ലത്. बस जा तू अब मुझ में से मर जाए, इश्क तेरा है सच तो यही तू है मेरी. कैसे छुपाए इश्क अब क्या छुपाना, आता है रीने तुझे अपना बनाना. ओढ़ के धानी चादर आया शहर में राजा, रंग गया मैं तेरे रंग में दीवाना. कैसे छुपाए इश्क अब क्या छुपाना, आता है रीने तुझे अपना बनाना. 1.5 years ആയി ഞങ്ങളെ നിൽക്കുക കഴിഞ്ഞിട്ട്. എല്ലാ കാര്യത്തിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ത് കാര്യത്തിലാണെങ്കിലും എല്ലാതും ഒരുക്കി വെക്കാനും കാര്യങ്ങളൊക്കെ. ഞാൻ കുറച്ച് കെയർലെസ് ആണ്, ഇവിടെ കുറച്ച് കെയർ കൂടുതലാണ്. ആ കാര്യത്തിലൊക്കെ ആൾ അടിപൊളിയാണ്. എന്തായാലും ലക്കിയാണ്.
जुड़ गई है जैसे